അമ്പാടിയേ ആരോമല്ലേ മക്കളെ വാ ഒരു കാര്യം ചോദിക്കട്ടെ. വേറൊന്നുമല്ല, നിങ്ങൾ ഈ പരസ്പരം തന്തമാരെ വിളിച്ച് കളിക്കുന്ന എന്തിനാണ്? നമ്മളെ വിളിച്ചില്ല. നിങ്ങൾ പരസ്പരം വിളിച്ചെന്നല്ല, പിന്നെ നിങ്ങളിപ്പോ നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ അച്ഛന്മാരെ, അതായത് നിന്റെ അച്ഛൻ ഷാജി, നിന്റെ അച്ഛൻ സജി എന്ന് അവന്റെ അടുത്ത് വിളിക്കും. അവ ഉടനെ തിരിച്ച് പാടാ നിന്റെ അച്ഛൻ മുരുകൻ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛന്മാരെ പേരും തന്തമാരെയൊക്കെ വിളിച്ച് കളിക്കുന്നില്ലേ? അതെന്തിനെന്നാണ് ചോദിച്ചത്. അത് ഞങ്ങള് ചുമ്മാ കളിക്ക് വിളിക്കുന്ന, അടി കൂടുന്നൊന്നുമില്ല. അടി കൂടുന്നതല്ല മക്കളെ, നിങ്ങൾ തമാശ കാണിക്കാനും കളിക്ക് വിളിക്കാനും പറ്റിയൊരു ഇതല്ല ഈ അച്ഛനെന്ന് പറയുന്നത്. അച്ഛനെന്ന് പറയുന്നതേ, അദ്ദേഹം വളർന്ന് വലുതായി ഒരച്ഛനായി മക്കളും ഭാര്യ എങ്ങനെയെങ്കിലും ജീവിക്കട്ട്, മക്കൾ എങ്ങനെയെങ്കിലും വളർന്ന് വലുതായി വരട്ട് എന്ന് വിചാരിച്ചു പോകുന്ന ഒരാളല്ല അച്ഛൻ. അച്ഛനെന്ന് പറയുന്നത് അദ്ദേഹം വളർന്ന ചുറ്റുപാട്, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം ഒന്നും എൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കരുത് എന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന് മക്കളെ നല്ലൊരു നിലയിലെത്തിക്കുന്നതാണ് യഥാർത്ഥ അച്ഛൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞൊരിക്കലും മക്കളുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത്. മനസ്സിലായെന്താണോ? അതുപോലെ അച്ഛൻ്റെ ഒരു ആഗ്രഹം, അച്ഛൻ്റെ ആഗ്രഹമൊന്നുമല്ല, അച്ഛൻ ഇപ്പം അച്ഛനൊരു സ്ഥാനത്തിരിക്കുന്നില്ലേ, ഇപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാവുന്നത്. എൻ്റെ അച്ഛൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലായ്മയിലും ഞങ്ങളെ എന്ത് നല്ല രീതിയിലാണ് നോക്കിയെന്ന് ഇപ്പോഴാണത് എനിക്ക് അതിൻ്റെ ആ ഒരു വില മനസ്സിലാകുന്നത്. ഞാൻ ആ ഒരു സ്ഥാനത്ത് വന്നപ്പോൾ, ഇപ്പം ഞാൻ ആ ഒരു സ്ഥാനത്തിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വില എന്താണ്, എൻ്റെ അച്ഛൻ്റെ മഹത്വം ഞാൻ മനസ്സിലാകും. ഈ അച്ഛനും അച്ഛൻ്റെതായ പ്രായത്തിലുള്ള ആൾക്കാരില്ലേ, അച്ഛൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും എന്നറിയാമോ? എന്ന് വെച്ചാൽ ഞങ്ങളുടെ അച്ഛനെ ഒന്ന് നേരിട്ട് കണ്ട് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കരയണം, പൊട്ടിക്കരയണം അച്ഛൻ. കാരണം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കി പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ആ ഒരു, നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല, അത് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനൊരു ഉള്ളിൽ തട്ടിയ സങ്കടം വന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മക്കളെന്നല്ല, മറ്റു നിങ്ങളുടെ കൂട്ടുകാരില്ലേ, കൂട്ടുകാരോടും പറയണം, നമ്മൾ ഒരിക്കലും അച്ഛന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കരുത് കേട്ടോ. ചോറ്